മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നും ഈ ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി അച്ഛനാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയുടെ വൈസ് റെക്ടറും ഡീൻ ഓഫ് സ്റ്റഡീസുമായിട്ട് അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ നിർവഹിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് പ്രാരംഭക കുദാശയിൽ വിശുദ്ധ മാമോദിസ എന്ന കുദാശയെക്കുറിച്ചാണ്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രാരംഭ കുദാശയിൽ രണ്ടാമതായി ഒരു കുഞ്ഞിന് മൊറോനഭിഷേകത്തോട് ചേർന്ന് കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കേണ്ടത്, നമ്മുടെ നിയമം അനുസരിച്ച് എന്ത് അത്യാവശ്യമാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അച്ഛാ, മാമോദിസ കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? വിശുദ്ധ കുർബാന മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായ അവകാശമാണ്. ക്രിസ്തീയ വിശ്വാസിയുടെ അവകാശത്തെപ്പറ്റി, കടമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അവകാശം. അപ്പോൾ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഒരു കുഞ്ഞിന് മാമോദിസ നൽകിക്കഴിഞ്ഞാൽ മാമോദിസായോടും മുറോൻ അഭിഷേകത്തോടും ചേർത്ത് തന്നെ പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ കുർബാനയും നൽകപ്പെടുന്നു. വിശുദ്ധ കുർബാന ഈ കുഞ്ഞിന് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു പോഷണം, ഭക്ഷണം എന്ന വിശ്വാസത്തിലാണ് നാം ഇപ്രകാരം വിശുദ്ധ കുർബാന നൽകുക. അതുകൊണ്ട് തന്നെ ഈ 3 കൂദാശകൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഇപ്രകാരം മാമോദിസായും മുറോൻ അഭിഷേകവും സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്ക് ഏജ് ഓഫ് യൂസ് ഓഫ് റീസൺ, തിരിച്ചറിവിൻ്റെ പ്രായം എത്തുന്നതുവരെ വിശുദ്ധ കുർബാന നൽകുന്നതിന് തടസ്സമില്ല എന്നാണ് സഭാ പാരമ്പര്യം പഠിപ്പിക്കുക. അതുകൊണ്ട് സഭാ നിയമം അനുസരിച്ച് വിശുദ്ധ കുർബാന നൽകപ്പെട്ട ഒരു കുഞ്ഞിന് പിന്നീട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന അവസ്ഥയനുസരിച്ച് സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാന നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല, അത് ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള അവകാശം ആ കുഞ്ഞിന് ഉണ്ട് എന്നുമാണ് സഭ പഠിപ്പിക്കുക. എന്നാൽ പാശ്ചാത്യ ക്രമത്തിൽ പിന്നീടാണ്, അതായത് മാമോദിസായും മാമോദിസ സ്വീകരിച്ചതിന് ശേഷം മുറോൻ അഭിഷേകം പിന്നീടാണ്, അതിന് ശേഷമാണ് വിശുദ്ധ കുർബാന കൊടുക്കുക. എന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്? അതൊന്ന് വിശദമാക്കാമോ? വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഒരുക്കത്തെപ്പറ്റി പൗരസ്ത്യ നിയമവും പാശ്ചാത്യ നിയമവും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഒരുക്കം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും പാപാവസ്ഥയെപ്പറ്റിയുള്ള ബോധ്യം, അതുപോലെ തന്നെ പശ്ചാത്താപം, മാനസാന്തരം, പ്രായശ്ചിത്തം ഇവയാണ്. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ പ്രായം എത്തിയ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തെപ്പറ്റിയുള്ള പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും പ്രായശ്ചിത്തവും ഒക്കെ നിർവഹിക്കണം. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ഈ കാര്യങ്ങൾ, ഈ വിധ ഒരുക്കങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ പ്രായം എത്തിയതിന് ശേഷം ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ആവശ്യം ആണ് എന്ന് 2 സഭാ നിയമ സംഹിതകളും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പാശ്ചാത്യ നിയമസംഹിതയിൽ വിശുദ്ധ കുർബാന സ്വീകരണം തിരിച്ചറിവിൻ്റെ പ്രായം എത്തിയതിന് ശേഷം മാത്രമാണ്, അതായത് ഏജ് ഓഫ് യൂസ് ഓഫ് റീസൺ. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കവും തിരിച്ചറിവിൻ്റെ പ്രായവും ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ടാണ് പാശ്ചാത്യ സഭയിൽ ഇപ്രകാരം തിരിച്ചറിവിൻ്റെ പ്രായമായ ഒരു വ്യക്തിക്ക് മാത്രം ശരിയായ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന നൽകപ്പെടുന്നു എന്ന് വിവക്ഷിക്കുക. എന്നാൽ പൗരസ്ത്യ കാനൻ നിയമത്തിൽ വിശുദ്ധ മാമോദീസായോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന നൽകപ്പെട്ട ഒരു കുഞ്ഞിന് തിരിച്ചറിവിൻ്റെ പ്രായം, അതായത് 7 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാപാവസ്ഥയിലേക്ക് ഈ കുഞ്ഞിന് പ്രവേശിക്കാൻ സാധ്യമല്ലാത്തതിനാൽ വിശുദ്ധ കുർബാന നൽകപ്പെടുന്നതിന് തടസ്സമില്ലതാനും. എന്നാൽ 7 വയസ്സ് പൂർത്തിയായ ശേഷം ഈ വ്യക്തിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് നേരത്തെ നാം പറഞ്ഞ ഒരുക്കം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ തിരിച്ചറിവിൻ്റെ പ്രായം 7 വയസ്സ് പൂർത്തിയായ വ്യക്തിക്ക് പൗരസ്ത്യ സഭാ നിയമം അനുസരിച്ചും വിശുദ്ധ കുർബാന നൽകുന്നതിന് ഈ ഒരുക്കം ആവശ്യമാണ്. അതുകൊണ്ടാണ് നാം വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്ത് പാപബോധവും പാപത്തെപ്പറ്റിയുള്ള മാനസാന്തരവും പ്രായശ്ചിത്വവുമൊക്കെ അനുഷ്ഠിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛാ, പൗരസ്ത്യ സഭയിൽ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്ന ക്രമങ്ങളെക്കുറിച്ച് അച്ഛൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. എന്നാൽ ഒരു ലത്തീൻ വൈദികനിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ആ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുമോ? അതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സം ഉണ്ടോ? അത് ഒന്ന് വിശദമാക്കാമോ? ഈ കാര്യത്തെപ്പറ്റി പറയുന്നതിന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വിവിധ സഭാ സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ പാരമ്പര്യങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം സമന്വയിപ്പിക്കുന്നവയാണ്. അപ്പോൾ ഇപ്രകാരമുള്ള വ്യത്യാസപ്പെട്ട പാരമ്പര്യങ്ങളാണ് കത്തോലിക്ക സഭയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയിൽ വിശുദ്ധ കുർബാന മാമോദിസായോടൊപ്പം നൽകപ്പെടുന്നില്ല. എന്നാൽ പൗരസ്ത്യ സഭയിൽ വ്യത്യസ്തമായൊരു പാരമ്പര്യം നിലനിൽക്കുന്നു. ഇത് പൗരസ്ത്യ സഭാംഗങ്ങളുടെ ഒരു അവകാശം കൂടിയാണ്. അതുകൊണ്ട് ഇപ്രകാരം മാമോദിസായോടൊപ്പം വിശുദ്ധ കുർബാന നൽകപ്പെട്ട ഒരു കുഞ്ഞിന് 7 വയസ്സുവരെ ഏത് കത്തോലിക്ക ഇടവകയിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഓരോ സഭയ്ക്കും അവരുടേതായ ഇടവകകളും പുരോഹിതരും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ പൗരസ്ത്യ സഭാംഗങ്ങൾക്ക് അവരുടെ ഇടവകയിൽ പോകാനുള്ള അവസരം ഇല്ലാതിരിക്കാം. ചിലപ്പോൾ അവരുടെ സ്വന്തമായ പള്ളികളോ വൈദികരോ ഇല്ലാത്ത അവസ്ഥയുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ പൗരസ്ത്യ സഭാംഗങ്ങൾ ഒരു ലത്തീൻ ഇടവക വൈദികനെ തങ്ങളുടെ കുഞ്ഞിന് വിശുദ്ധ കുർബാന നൽകണം എന്ന ആവശ്യവുമായി സമീപിച്ചാൽ അത് നൽകുന്നതിനുള്ള കടമ ഈ ലത്തീൻ ഇടവക വൈദികന് ഉണ്ട് എന്നാണ് പൗരസ്ത്യ സഭാ നിയമം പറയുക. അതിന് പ്രധാന കാരണം ഇത് പൗരസ്ത്യ സഭയിൽപ്പെട്ട ഈ വ്യക്തിയുടെ അവകാശമായതുകൊണ്ടാണ്. അപ്പോൾ 7 വയസ്സുവരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അവകാശം ഈ കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് ഈ ലത്തീൻ സഭാ വൈദികന് ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന നൽകുന്നതിനുള്ള കടമയുണ്ട് എന്ന് നാം മനസ്സിലാക്കും. ഒരു വിശ്വാസിയുടെ അവകാശമാണ് വിശുദ്ധ കുർബാന സ്വീകരണമെന്ന് അച്ഛൻ വളരെ സ്പഷ്ടമായി നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ബോധ്യമാക്കി തരികയും ചെയ്തു. അപ്പോൾ ഒരു പ്രാരംഭക കുദാശകൾ സ്വീകരിച്ച, അതായത് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി സമയത്ത് എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും വിശുദ്ധ കുർബാന നൽകപ്പെടുവാനും ഒക്കെയുള്ള കടമകൾ സഭയ്ക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ ഒരു വിശ്വാസിക്ക് വിശുദ്ധ കുർബാന പുരോഹിതൻ അല്ലെങ്കിൽ ഇടവ വികാരിക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയുമോ? ഇത് വളരെ ഗഹനമായ ഒരു ചോദ്യമാണ്. മാമോദിസ സ്വീകരിച്ച എല്ലാ വ്യക്തികളുടെയും അവകാശമാണ് വിശുദ്ധ കുർബാന സ്വീകരണം. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരണത്തെപ്പറ്റി നാം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിനുള്ള ഒരുക്കത്തെക്കുറിച്ചാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരണം ഒരു വ്യക്തിക്ക് തടസ്സപ്പെടാവുന്ന അവസ്ഥ ഉണ്ട്.
പൗരസ്ത്യ കാനൻ നിയമം 712 കാനൻ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വിശ്വാസികൾക്ക് അവകാശം നഷ്ടപ്പെടുന്നു. ഈ അവകാശം നഷ്ടപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പൗരസ്ത്യ സഭാ നിയമം പറയുന്നുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും ചെയ്യുന്ന ചില പ്രത്യേക പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരു ശിക്ഷണ നടപടിയായിട്ട് വിശുദ്ധ കുർബാന സ്വീകരണം അവർക്ക് തടസ്സപ്പെടാവുന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് ഓരോ പ്രവൃത്തിയും അതിന് ചേരുന്ന വിധത്തിലുള്ള ശിക്ഷാ നടപടികൾ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന കാര്യത്തെപ്പറ്റി നമുക്ക് പിന്നീട് ഒരവസരത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ ഇത്രയും നമുക്ക് മനസ്സിലാക്കാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് ചില സാഹചര്യങ്ങളിലെങ്കിലും ചില പ്രത്യേക പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാവുന്നതാണ്. അച്ഛാ, അത് വളരെ വിശദമായിട്ട് തന്നെ അച്ഛൻ പറഞ്ഞു. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ ചില ഇടവകളിലൊക്കെ ചില സംശയങ്ങൾ പിന്നീടും ബാക്കി നിൽക്കാറുണ്ട്. അതായത് സിവിൽ നിയമം അനുസരിച്ച് വിവാഹബന്ധം വേർപെടുത്തി, എന്നാൽ പിന്നീട് സിവിൽ നിയമം അനുസരിച്ച് തന്നെ പുനർവിവാഹം ചെയ്ത ഒരാൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് കഴിയുമോ? വിശുദ്ധ കുർബാന സ്വീകരണം ഒരു വ്യക്തി സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനത്തിലാണ്. വിവാഹം എന്ന കൂദാശയും വിശുദ്ധ കുർബാന സ്വീകരണവും തമ്മിലുള്ള ഈ പറഞ്ഞ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ വിവാഹം എന്ന കൂദാശയെ വളരെ പ്രത്യേകമായി കാണുന്നത് അത് ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ബന്ധമായിട്ടാണ്. വിവാഹത്തിൻ്റെ അവിഭാജ്യത, വിവാഹത്തിൻ്റെ അഖണ്ഡത, ഇത് കത്തോലിക്ക സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്ര ചിന്തയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സഭാ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം എന്ന കൂദാശ മരണം വരെ നിലനിൽക്കുന്നതും ഒരിക്കലും വേർപെടുത്താനാവാത്തതുമാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ദമ്പതികൾ അവരുടെ വിവാഹം സിവിൽ നിയമപരമായി വേർപെടുത്തുകയും പിന്നീട് സിവിൽ വിവാഹം പുനർവിവാഹം നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ ദമ്പതിമാർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വലിയ ചോദ്യവുമാണത്. ആദ്യ കാലം മുതൽ തന്നെ സഭയുടെ പ്രബോധനമനുസരിച്ച് സിവിൽ നിയമപ്രകാരം വിവാഹമോചനം നേടി പുനർവിവാഹം നടത്തിയവർക്ക് വിശുദ്ധ കുർബാന നൽകുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രബോധനം സഭയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിവാഹത്തിൻ്റെ അഖണ്ഡതയെയും അവിഭാജ്യതയെയും കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിവാഹം വേർപെടുത്താനാവാത്ത ഒരു ബന്ധമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം വിവാഹമോചിതരായവർക്ക്, സിവിൽ നിയമപ്രകാരം വിവാഹമോചിതരായവർക്ക് വിശുദ്ധ കുർബാന നൽകുവാൻ സാധിക്കുകയില്ല എന്ന ഒരു നിയമം സഭയിൽ ഉള്ളത്. കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ എല്ലാ സഭാ പ്രബോധനങ്ങളും അത് കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധനം ആധുനിക ലോകത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളുടെ പങ്ക് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ, പിന്നീട് അനുരഞ്ജനവും അനുതാപവും എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സിവിൽ നിയമപ്രകാരം വിവാഹമോചിതരായി സിവിൽ നിയമാനുസൃതം വിവാഹം കഴിച്ചവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്
തടസ്സമുണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന അനുശാസനത്തിലും ഈ കാര്യം വളരെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് സിവിൽ നിയമപ്രകാരം വിവാഹമോചിതരായവർക്ക് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള തടസ്സത്തെപ്പറ്റി. തുടർന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പായും ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം വിശുദ്ധ കുർബാന നൽകുന്നതിനുള്ള തടസ്സത്തെപ്പറ്റി. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, വിശുദ്ധ കുർബാന സ്വീകരണം സാധ്യമല്ലെങ്കിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുകയും കൂട്ടായ്മയിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്ത് ഇത്തരത്തിലുള്ള വിശ്വാസികൾ വളരെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കണം. തുടർന്ന് ഇവരുടെ വിവാഹം സഭാപരമായി അസാധുവായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അസാധുത പ്രഖ്യാപിച്ച് വിവാഹം ക്രമീകരിച്ച് അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് വരാവുന്നതാണ് എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഈ കാര്യം പ്രത്യേകമായും പറയുന്നുണ്ട്. ഇപ്രകാരം ജീവിക്കുന്നവരോട് പ്രത്യേകമായ അനുകമ്പയും കരുണയും ഒക്കെ നാം കാണിക്കണം. അവരെ തിരിച്ച് സഭാ സംസർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ അജപാലകർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്ത് അവരുടെ വിവാഹം സഭാ നിയമം അനുസരിച്ച് ക്രമീകരിച്ച് അവരെ വിശുദ്ധ കുർബാന സംസർഗത്തിലേക്ക് കൊണ്ടുവരണം എന്നും പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് അനുശാസിക്കുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് പറഞ്ഞു. എന്നാൽ മറ്റൊരു ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു ചോദ്യമാണ്, സഭയിൽ മിക്സഡ് മാര്യേജ് അനുവദനീയമാണ്. ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കത്തോലിക്കരായ ആൺകുട്ടിയോ പെൺകുട്ടിയോ മറ്റ് മതത്തിലോ പെട്ടവരെ വിവാഹം ചെയ്യുന്ന അപൂർവമായ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മിക്സഡ് മാര്യേജിൽ ഏർപ്പെട്ട ഒരു കത്തോലിക്കരായ ജീവിത പങ്കാളിക്ക് തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിയമാനുസൃതമായി എന്തെങ്കിലും തടസ്സമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിവാഹം മതവിശ്വാസത്തിൻ്റെ അസമാനത കണക്കിലെടുക്കാതെ മുൻപോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും കത്തോലിക്ക വിശ്വാസത്തിലുള്ളവർ മറ്റ് മതവിശ്വാസികളായ വ്യക്തികളെ വിവാഹത്തിലൂടെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിലും സഭാ നിയമം ഇപ്രകാരമുള്ള മതവിശ്വാസത്തിൻ്റെ അസമാനത ഒരു കാനോനിക തടസ്സമായി കണക്കിലാക്കുമ്പോൾ പോലും ഈ കാനോനിക തടസ്സത്തിന് ഒരു ഒഴികഴിവ് നൽകുന്നതിന് രൂപതാധികാരികൾക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം രൂപതാധ്യക്ഷനിൽ നിന്ന്, മെത്രാനിൽ നിന്ന് ഈ കാനോനിക തടസ്സത്തിന് ഒഴിവ് വാങ്ങി നടത്തപ്പെടുന്ന വിവാഹങ്ങൾ മതവിശ്വാസത്തിൽ വ്യത്യസ്തരായ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന വിവാഹം, ഇതിനെ സാധുവായ വിവാഹമായി കത്തോലിക്കാ സഭ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഒരു കൂദാശയായി കത്തോലിക്കാ സഭയിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇതിന് കാരണം ഇവിടെ വിവാഹ പങ്കാളികളിൽ ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കാത്ത വ്യക്തിയായതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു വിവാഹ ബന്ധത്തെ നാം ഒരു കൂദാശയായി പരിഗണിക്കുന്നില്ല. മറിച്ച് അത് ഒരു വാലിഡ് മാരേജ്, സാധുതയുള്ള വിവാഹമായി കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നു. ഇതിന് കത്തോലിക്ക വിശ്വാസി
ഏറ്റെടുക്കേണ്ട നിബന്ധനകളെപ്പറ്റി വ്യക്തമായിട്ട് സഭാ നിയമം പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകൾ, ഈ കത്തോലിക്ക വിശ്വാസി സഭാവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്നും സഭാവിശ്വാസത്തിൽ തുടരുമെന്നുമുള്ള ഒരു വ്യവസ്ഥയാണ്. കൂടാതെ ഈ വിവാഹബന്ധത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തുമെന്നുമുള്ള ഒരു വ്യവസ്ഥ ഈ കത്തോലിക്ക വിശ്വാസി ചെയ്യുന്നുണ്ട്. ഇപ്രകാരമുള്ള ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഇതര മതവിശ്വാസിയായ ജീവിത പങ്കാളിയും അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന വിവാഹമാണ് നാം ഇത്തരത്തിലുള്ള വ്യത്യസ്ത മതവിശ്വാസികളുടെ വിവാഹമായി കത്തോലിക്ക സഭയിൽ അംഗീകരിക്കുക. ഇവിടുത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഇപ്രകാരം വിവാഹിതനായ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാമോ തുടർന്ന്? ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്രകാരം വ്യവസ്ഥകൾ പാലിച്ചുകൊള്ളാമെന്ന് ഏറ്റെടുത്തുകൊണ്ട് അത് പിന്തുടരുന്ന ഒരു കത്തോലിക്ക വിശ്വാസിക്ക് അവരുടെ വിവാഹശേഷവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളില്ല. അവർക്ക് വിവാഹത്തിൽ നിൽക്കുകയും അവരുടെ പാപങ്ങളെപ്പറ്റി കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ നിബന്ധനകൾ, ഈ വ്യവസ്ഥകൾ ഈ കത്തോലിക്ക വിശ്വാസി പാലിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും വിവാഹത്തിന് ശേഷം ഇപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ചുരുക്കമായെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. എന്നാലും ഈ തെക്കൻ കേരളത്തിലേക്ക് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും വളരെ അത്യപൂർവമെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സിവിൽ നിയമപരമനുസരിച്ചോ കാനൻ നിയമം അനുസരിച്ചോ വിവാഹം ചെയ്യപ്പെടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വീടുകളിലൊക്കെ വിവാഹം നടത്തി അങ്ങനെ ജീവിച്ചു പോകുന്ന കത്തോലിക്കരായ ജീവിത പങ്കാളികളുണ്ട്. ചിലപ്പോഴെങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജീവിത പങ്കാളി മരണപ്പെട്ട് കഴിഞ്ഞാൽ കത്തോലിക്കരായ മറ്റ് ജീവിത പങ്കാളിക്ക് തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും നിയമ തടസ്സം നേരിടുന്നുണ്ട്? ഒരു കത്തോലിക്ക വിശ്വാസിയുടെ വിവാഹത്തെപ്പറ്റി സഭ പഠിപ്പിക്കുന്നത്, ഈ കത്തോലിക്ക വിശ്വാസി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സാധുവായ വിവാഹത്തിലൂടെ ആയിരിക്കണം. സഭാ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഒരു കൗദാശിക വിവാഹം, സാക്രമെൻ്റൽ മാരേജ്, അല്ലെങ്കിൽ സഭ അനുശാസിക്കുന്ന കാനൂനിക തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടിയുള്ള ഒരു സാധുവായ വിവാഹം, ഇതാണ് ഒരു കത്തോലിക്ക വിശ്വാസി വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമം. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിന് പെട്ട് ഇതൊന്നുമല്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളും ഉണ്ട്. അവർ കേവലം ഒരുമിച്ച് താമസിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മത പ്രകാരമുള്ള അനുഷ്ഠാനത്തിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്ത് ജീവിക്കുന്ന കത്തോലിക്ക വിശ്വാസികളുണ്ട്. ഈ തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ സഭയിൽ അസാധുവായ വിവാഹങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം വിവാഹത്തിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവർ യഥാർത്ഥമായ വിശ്വാസ സംസർഗത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് വിവാഹ ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്തത്. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ചോദിച്ച ചോദ്യം, ഇതിലുള്ള കത്തോലിക്ക വിശ്വാസി തൻ്റെ ജീവിത പങ്കാളി മരണമടഞ്ഞ ശേഷം ജീവിക്കുന്നു, അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാമോ? നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വിവാഹ അവസ്ഥ എന്ന് പറയുന്നത്
കൗദാശികമായൊരു ജീവിതാവസ്ഥയല്ല. സഭയുടെ പ്രബോധനമനുസരിച്ച് അതൊരു പാപാവസ്ഥയാണ്. മാത്രമല്ല അതൊരു മറ്റുള്ളവർക്ക് വിശ്വാസത്തിന് കുറവ് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു അവസ്ഥയും കൂടിയാണ്. എന്നാൽ ഈ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കുന്ന ആളിൻ്റെ മരണത്തോടെ ആ അവസ്ഥ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഈ കത്തോലിക്ക വിശ്വാസി ഒറ്റയ്ക്ക് ജീവിക്കുകയും ആ ആദ്യത്തെ അവസ്ഥ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ആ കാരണത്താൽ ഈ കത്തോലിക്ക വിശ്വാസി തൻ്റെ പൂർവ്വകാല ജീവിതത്തെപ്പറ്റി മനസ്താപപ്പെടുകയും അതിന് പ്രായശ്ചിത്തം ചെയ്ത് വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ഈ ജീവിതാവസ്ഥയിൽ ഇനി ഞാൻ പോവുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്താൽ ഈ വ്യക്തിക്ക് വിശുദ്ധ കുർബാന നൽകുന്നതിന് തടസ്സമില്ല. ആ വ്യക്തിയെ വിശുദ്ധ കൂദാശ സംസർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സഭയ്ക്ക് കടമയുണ്ട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അച്ഛൻ വളരെ വിശദമായിട്ടാണ് അത് ഈ സിവിൽ നിയമം അനുസരിച്ചുള്ള വിവാഹമില്ലാതെ നടക്കുന്ന വിവാഹത്തിൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാൽ എങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊരു ചോദ്യം, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് 50 പേര് അല്ലെങ്കിൽ 144 പ്രഖ്യാപിച്ചിട്ടുള്ള ഇടങ്ങളിലൊക്കെ 5 പേര് മാത്രമൊക്കെയായി വിശുദ്ധ കുർബാന നമ്മുടെ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിശ്വാസികളെല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില ഇടവകളിലെങ്കിലും ഒന്നിൽ കൂടുതൽ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ചിലപ്പോഴൊക്കെ അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും ഏറ്റവും കുറഞ്ഞ പക്ഷം അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെങ്കിലും ആവർത്തിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം സാധാരണഗതിയിൽ ഒരു വിശ്വാസിക്ക് ഒരു ദിവസം എത്ര കുർബാന സ്വീകരിക്കാം? അങ്ങനെ സഭാ നിയമത്തിൽ എന്തെങ്കിലും അനുശാസിക്കുന്നുണ്ടോ? അൽമായ വിശ്വാസികളാണെങ്കിലും ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുക, അതിൽ സംബന്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രത്യേകിച്ച് പുരോഹിതർക്ക് ഒന്നിലധികം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും തിരുനാളുകളിലുമൊക്കെ ഒന്നിൽ കൂടുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള കടമയും അവകാശവുമുണ്ട്. അതും സഭാ നിയമം തന്നെ നൽകുന്നുണ്ട്. എന്നാൽ ഇതിലും കൂടുതലായി 2ൽ കൂടുതലായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഓരോ പുരോഹിതനും അവരവരുടെ രൂപത അധികാരിയുടെ പ്രത്യേകമായ സമ്മതം, അനുവാദം വാങ്ങി വേണം ഇത്തരത്തിലുള്ള ക്രമീകരണം ചെയ്യുവാൻ. പ്രത്യേക സാഹചര്യങ്ങളിൽ, ഇപ്പോൾ നാം കടന്നു പോകുന്ന COVID-19 പോലുള്ള സാഹചര്യങ്ങളിൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ, 2ഓ അതിലധികമോ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അത് ചെയ്യുന്നതിനുള്ള പ്രത്യേകമായ അനുവാദം ഇടവക വികാരിമാർ, രൂപതാധ്യക്ഷന്മാരിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. എന്നാൽ അൽമായ വിശ്വാസികളുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തെപ്പറ്റി പറയുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട കാര്യം, വിശുദ്ധ കുർബാന സ്വീകരണം ഒരു ദിവസം ഒരു പ്രാവശ്യം എന്ന നിലയിലേക്ക് കൃത്യതപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചില സാഹചര്യങ്ങളിൽ ഒന്നിലധികം വിശുദ്ധ കുർബാനകളിൽ സഹായിക്കേണ്ടതായ അവസരം ഉണ്ടാകാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലും അൽമായ വിശ്വാസികൾ ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ള ഒരു നിഷ്കർഷ ഉണ്ടാവുന്നത് നല്ലതാണ്. കൂടുതൽ വിശുദ്ധ കുർബാന സ്വീകരണം വഴി വിശുദ്ധ കുർബാനയോടുള്ള അതിൻ്റെ ആഭിമുഖ്യത്തിലും നമ്മുടെ ഒരുക്കത്തിലും നമ്മുടെ ഭക്തിയിലുമൊക്കെയുള്ള കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള ഒരു നിഷ്കർഷ പ്രത്യേകമായിട്ട് വച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എപ്പിസോഡായിരുന്നല്ലോ ഇത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങളാണ് ഉള്ളത്, പ്രത്യേകിച്ച് മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴുള്ള നിയമങ്ങൾ, സിവിൽ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയാൽ വിശുദ്ധ കുർബാന കൊടുക്കാൻ സാധിക്കുമോ, തുടർന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്.
വളരെ വിശദമായി തന്നെ ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ അർത്ഥിയും സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെക്കുറിച്ചും അതിന് നയാമികമായ വശങ്ങളെക്കുറിച്ചും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയുടെ അവകാശമാണ് വിശുദ്ധ കുർബാന സ്വീകരണമെന്ന് വളരെ സ്പഷ്ടമായിട്ട് അച്ഛൻ പഠിപ്പിക്കുകയും ചെയ്തു. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇത് വിശദമായി പറഞ്ഞു തന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വർഗീസ് താന്നിക്കാക്കുഴി അച്ഛനും ഹൃദയം നിറഞ്ഞ നന്ദി.